ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു സവാള, 3 പച്ചമുളക്, ഒരു വഴുതനങ്ങ. അപ്പോൾ ആദ്യം നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കണം. കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന വഴുതനങ്ങയ്ക്കകത്തോട്ട് നമ്മുടെ 3 പച്ചമുളകും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം കൈ കൊണ്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഇത് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് വേറൊരു പാത്രം എടുത്ത് അതിനകത്തോട്ട് കുറച്ച് തൈരും അതേപോലെ അതിൽ കുറച്ച് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് എത്ര കറി നീട്ടം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണേ. വെള്ളവും തൈരും അതിനനുസരിച്ച് ആഡ് ചെയ്യണം. എന്നിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കുക, നന്നായിട്ട് ഇളക്കി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ വഴുതനങ്ങ 20 മിനിറ്റായി ഇത് മസാലയെല്ലാം പുരണ്ടിരിക്കുന്നു. അതിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് എണ്ണ ചൂടാക്കി ഈ വഴുതനങ്ങയെല്ലാം കൂടെ ഫ്രൈ ചെയ്യാം. അപ്പോൾ 2 സൈഡും ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് എടുത്ത് നമ്മുടെ തൈരിനകത്തോട്ട്, ആ തൈരും വെള്ളവും മിക്സ് ആക്കി വെച്ചിട്ടില്ല ഉപ്പും കൂടി ഇട്ടിട്ട്, അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് കടുക് വറുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊരു പാൻ ചൂടാക്കുക. പാൻ ചൂടാക്കിയതിന് ശേഷം കുറച്ച് കടുകിടുക, എന്നിട്ട് കുറച്ച് ജീരകവും കൂടി ഇടുക. അതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വറ്റൽമുളക് യൂസ് ചെയ്താലും മതി. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ സവാളയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന ടൈമിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ്, അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അത് കഴിയുമ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് എല്ലാം നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് നമ്മൾ ആ തയ്യാറാക്കി വെച്ചേക്കുന്ന തൈരിൻ്റെയും വഴുതനങ്ങയ്ക്കകത്തോട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.